പാലക്കാട് ട്രെയിനിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒഡീഷ സ്വദേശികളായ മാനസ ഹമീസ ദമ്പതികളുടെ 1 വയസ്സുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് മാനസ് ഹമീസ ദമ്പതികളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? എങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനായത്? ബിനിൽ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒഡീഷയിൽ നിന്നും ആലുവയിലേക്ക് ടാറ്റാ നഗർ എക്സ്പ്രസിൽ വന്ന ദമ്പതികളായിരുന്നു മാനസ് ഹമീസ. ഇവർ ട്രെയിനിൽ വെച്ച് ഉറങ്ങിപ്പോയി. ഇവരോടൊപ്പം 1 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. ഉറങ്ങിയ സമയത്താണ് ട്രെയിനിലുണ്ടായിരുന്ന തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി വെട്രിവേൽ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കടന്നു കളഞ്ഞത്. ഇവർ പക്ഷേ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഏറെക്കുറെ തൃശ്ശൂർ എത്തുന്നതിന് മുമ്പാണ് ഉണർന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി. ഉടൻ തന്നെ റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചു. ഇതേ സമയം ഒലവക്കോട് ഇറങ്ങിയ വെട്രിവേൽ 1 മണിക്കൂറോളം നേരം ഈ റെയിൽവേ സ്റ്റേഷനിൽ പതുങ്ങിയിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഈ കുഞ്ഞ് കരഞ്ഞ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും അയാളോട് ചോദിക്കുന്നത് ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞാണ് എന്ന് ചോദിക്കുകയും, പക്ഷേ ഇയാൾ ആദ്യം തൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. ഇത് മറ്റൊരാളുടെ കുഞ്ഞാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. ആ സമയത്ത് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും എല്ലാം തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ടുകൂടിയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. പിന്നീട് തൃശ്ശൂരിൽ നിന്നും ഒഡീഷയിൽ നിന്നുള്ള ദമ്പതികൾ തിരിച്ചെത്തി പാലക്കാട് നോർത്ത് സ്റ്റേഷനിലെത്തി. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ കുഞ്ഞിനെ കൈമാറും. ഓക്കെ, വ്യക്തമാണ്.